ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് ഫ്യൂച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കാൻ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനൊരു കാര്യം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ പറ്റത്തില്ല എന്ന് വിചാരിച്ച കാര്യം, ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. അത് എന്ത് കാര്യമാണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു വ്യക്തി രണ്ട് മുഖമുള്ള വ്യക്തിയാണ്. അതായത് ഒരു മുഖം നിങ്ങളോട് മറച്ചു വെച്ചിട്ട് വേറെ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്ന ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആ ഒരു സ്വഭാവം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. അതായത് 18 വർഷത്തോളം ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ വലിയൊരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സ്വഭാവത്തെ നോട്ടീസും ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഏതറ്റം വരെ പോകുമെന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ നിങ്ങളും ഇവരുമായിട്ട് ഒരു എന്താ പറയുക, ഒരു വഴക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ആ ഒരു വ്യക്തി ആരാണോ, ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊട്ടും തന്നെ ഒരു നിമിഷം പോലും ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല. കുറച്ച് സമയം നേരെ ചേർന്ന് പോകുമെങ്കിലും പിറ്റേ പ്രാവശ്യം വീണ്ടും വഴക്കുണ്ടായി, വീണ്ടും നിങ്ങൾക്ക് ഇവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ട്. അവരുടെ ആ ഒരു ചിന്താഗതിയും നിങ്ങളുടെ ചിന്താഗതി ഒട്ടും മാച്ചായി പോകുന്നില്ല. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സഹിക്കേണ്ടി വന്നു കാര്യങ്ങൾ. ഈ ഒരു വ്യക്തിയുടെ തെറ്റ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. 2024 നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഒറ്റ ആ ഒരു കാരണം ഇവിടെ 2018 ഇവർ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായി. അതായത് പോസിറ്റീവ് മാറ്റമല്ല ഞാൻ പറഞ്ഞ, നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് 2018 എന്തൊക്കെയോ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, 2024 എന്തൊക്കെയോ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ 18 വർഷമായി ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊട്ടും തന്നെ മാച്ചാവാതെ നിങ്ങൾ ഈ വ്യക്തിയെ സഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട്, അതായത് ഈ ഒരു വ്യക്തി എത്ര തന്നെ നല്ലത് കാണിച്ചാലും നിങ്ങൾക്ക് ഇവരിൽ ഒരു വിശ്വാസമില്ല, ഒരു ഡൗട്ടുമില്ല. കാരണം ഇവർ ഇങ്ങനെ തന്നെയാണ്, ഇവർക്ക് ഒരു വിഷയം പോലും മാറാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഈ ഒരു വ്യക്തിയെ കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫൈറ്റിങ്, ഭയങ്കരമായിട്ട് ക്ലേശം നിറഞ്ഞ അവസ്ഥ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ഭയങ്കരമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചു, നിങ്ങളെ ചീത്തയിൽ വാക്കുകൾ പറഞ്ഞും നിങ്ങളെ മാനസികമായി തകർത്തും ഈ ഒരു വ്യക്തി ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്യുന്നത്, എൻ്റെ നേർക്ക് ന്യായം ചെയ്യണേ ദൈവമേ. ഇവിടെ ഈ ഒരു വ്യക്തി തെറ്റുകൾ ചെയ്യുന്നു, അതിൻ്റെ തെറ്റിൻ്റെ ആ ഒരു പരിണിതഫലം അനുഭവിക്കുന്ന നിങ്ങൾ. ഈ ഒരു കാര്യം കുറേ നാളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങളെ കൊണ്ട് നേരെയാക്കാൻ സാധിക്കത്തില്ല, ഇവരിങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന തെറ്റിൻ്റെ ആ ഒരു പരിണിതഫലം കൂടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. 2024 നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അതായത് നിങ്ങൾക്ക് സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കൺട്രോളിന് പുറത്തായിപ്പോയി. ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ അത്രമാത്രം ഒരു താഴെ വന്നു, അതായത് മുകളിൽ നിന്ന് നിങ്ങൾ താഴെ വന്നു, അത്രമാത്രം നിങ്ങൾ സ്ഥിതിയിൽ കൂടെ കടന്നു പോയി. അപ്പോൾ ഇവരുടെ ആ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും വിചാരിക്കും ഈ ഒരു വ്യക്തിയുടെ കള്ളത്തരം എല്ലാവരും അറിയണം, ഞാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അറിയണം ഇവരുടെ കള്ളത്തരം എന്താണെന്ന്, ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്ന് എല്ലാവരും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവരുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരുടെ മുമ്പിലും ചിരിച്ച് സംസാരിച്ച് അവരെ മുന്നിൽ ഒരു പ്രീതി ഇവർക്ക് സമ്പാദിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. അതായത് കള്ളം എല്ലാം ഉള്ളിലുള്ള വ്യക്തിക്ക് മറ്റുള്ള മുമ്പിൽ എങ്ങനെയാണ് അവരുടെ കള്ളം പുറത്തു വരാതെ പെരുമാറാൻ അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന ചെയ്യാനേ പറ്റുന്നുള്ളൂ, എനിക്ക് ന്യായം തരണേ ദൈവമേ, ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയണേന്ന്. പക്ഷേ ഇവർക്ക് അറിയാം എങ്ങനെ എല്ലാവരോടും എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള കാര്യം ഇവർക്ക് നല്ലതുപോലെ അറിയാം. ഒരു 18 വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയണം എന്ന്. പക്ഷേ ഇതുവരെയും ഇവരുടെ ആ ഒരു മാസ്ക് ഇതുവരെയും എല്ലാവരും അഴിഞ്ഞു വീണ് കണ്ടിട്ടില്ല.
ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയുടെ മാസ്ക് അഴിഞ്ഞു വീഴുന്നതാണ് എല്ലാവരുടെയും മുമ്പിൽ. കാരണം നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അറിയത്തുള്ളൂ. മറ്റുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ രൂപങ്ങളിലും ഭാവത്തിലുമാണ് മറ്റുള്ളവരോട് ഇവർ പെരുമാറുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു സാഹചര്യം എന്താണോ അതിൽ നിന്ന് പുറത്ത് വരുന്ന കാര്യം നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ട് തോന്നുകയാണെങ്കിൽ നാളെ ഉറപ്പായിട്ടും പോസിബിൾ ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ വളരെ നല്ലതാണ്. മറ്റുള്ളവർ മുഖേന നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കുന്നത്? ഇനി നിങ്ങൾക്ക് ഇവർ കാരണം ഒരു കഷ്ടം അനുഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് 2024 ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നത്. എന്തായാലും 2018-ലും 2024-ലും ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റുകളുടെ ആ ഒരു ഇതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വന്നത്. ഇവിടെ പല പ്രാവശ്യവും ദൈവം നിങ്ങൾക്ക് ഒരു സൈൻ തന്നു. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് പല കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പല പ്രാവശ്യം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ സൈനും നിങ്ങൾക്ക് തന്നിരുന്നു. അതാണ് ഈ ഒരു 2 സൈൻ 2018-ലും ഉണ്ടായത്, 2024-ലും ഉണ്ടായതും. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല സമയം വരത്തില്ല എന്നാണ്. പക്ഷേ ഉറപ്പായിട്ടും നല്ല സമയം വരും. നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി വിക്ടറിയാണ്. ഇവിടെ നിങ്ങൾക്ക് 18 നമ്പർ അല്ലെങ്കിൽ 99 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടെന്നറിയാമോ? ഈ ഒരു വ്യക്തി ഓരോ നിമിഷവും നിങ്ങൾക്കെതിരായിട്ട് ഷഡ്യന്ത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ എങ്ങനെ തകർക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് ഈ ഒരു കാര്യത്തിലൊരു ന്യായം വേണം. ദൈവമേ, എൻ്റെ വഴി ശരിയായ വഴിയാണ്. ഈ ഒരു വ്യക്തി കാരണം എനിക്ക് ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. ഇതിലൊരു അവസാനം വേണം എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുമായിട്ട് ഡീൽ ചെയ്ത് പോകാൻ ഒട്ടും തന്നെ യോഗ്യത ഉള്ള ആളല്ല. കാരണം നിങ്ങൾ വളരെ സരളമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ ഒരു വ്യക്തി അങ്ങനെയല്ല, കള്ളവും കാപട്യവും അങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ള ആളാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരിക്കലും ഇവർക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇവരുടെ ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ്. പക്ഷേ ആ ഒരു ബുദ്ധി വച്ച് ഇവർ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ദൈവം അനുഗ്രഹിച്ച് കൊടുത്ത ഒരു ബ്ലെസ്സിങ് ആണ് ഇവരുടെ ആ ഒരു ബുദ്ധി. പക്ഷേ ആ ഒരു ബുദ്ധി നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാതെ മോശം കാര്യങ്ങൾക്കാണ് ഇവർ വിനിയോഗിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് ഈർഷ്യ വച്ചും ദേഷ്യം വച്ചും അവരുടെ ഒരു ദിവസം എങ്ങനെ തകർക്കാം അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് എന്ത് പ്രയോജനം? അതായത് ഒരു വ്യക്തി ഇപ്പോൾ നല്ലതായിരിക്കുന്നെങ്കിൽ അവരുടെ മൂഡ് എങ്ങനെ തകർക്കാം എന്നാണ് ഇവർ നോക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കരയിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ അവർ കരയുമ്പോൾ ഇവർ സന്തോഷിക്കുന്നു. അതാണ് ഇവരുടെ സന്തോഷം. അതായത് ഒരു നേരത്തെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുഖത്തെ ആ ഒരു ചിരി മാറ്റിയിട്ട് അവിടെ കരച്ചിൽ കൊണ്ടുവരിക. ഇത് എന്ത് പാപമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെ സന്തോഷമാകും. ഈ ഒരു വ്യക്തിയിൽ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കിട്ടാം, ആ രീതിയിൽ നിങ്ങളെ ദൈവം ഹീലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ തകർക്കാൻ നോക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഹീലിംഗ് തരികയും ചെയ്യും, സന്തോഷത്തിനായിട്ടുള്ള വഴികൾ തുറന്നു തരികയും ചെയ്യുന്നതാണ്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം പുറത്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 18 നമ്പർ 99 നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഉറപ്പായിട്ടും ഒരു പരിവർത്തനം നിങ്ങൾക്കുണ്ടായി എന്ന്. ഇവിടെ ആരായാലും അവരുടെ പവർ നിങ്ങളോട് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക. അവർ ഉറപ്പായിട്ടും അവരുടെ പവർ ഇവരോട് കാണിക്കുന്നതാണ്. ഇവിടെ 2024 നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾക്കൊരു പുതിയ അധ്യായം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ. അവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, ഹീലിംഗ് ഉണ്ട്. കാരണം ഒരു പുതിയ അധ്യായം തുടങ്ങിയാൽ മാത്രമേ പാസ്റ്റിലെ പല കാര്യങ്ങളും മറന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ജസ്റ്റിസ് ഈ ഒരു വിഷയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹിഡൻ ഹാപ്പിനെസ് എന്താണോ അത് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ ഇൻഡയറക്റ്റ് വേയിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ നല്ലതായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം കണ്ടിട്ട്. ആ സമയം നമ്മളുടെ കർമ്മഫലം എന്താണോ അതനുസരിച്ച് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ അല്ലെങ്കിൽ അച്ഛനായിട്ടോ അമ്മയായിട്ടോ മക്കളായിട്ടോ സഹോദരങ്ങളായിട്ടോ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും.
ഇവിടെ നിയറിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തോ വലിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ ഒരു ഇത്രയും ദിവസത്തെ ആ ഒരു കാലയളവിൽ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ കുറച്ചൊക്കെ കുറഞ്ഞിട്ടില്ലേ? കൂടാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഇപ്പോൾ ചെയ്യുന്നില്ല. കൂടാതെ നിങ്ങൾ കുറച്ചൊന്ന് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. ഈ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 2026 ആകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനും കാട്ടി അപ്പുറമുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ടൈം പീരീഡ് മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എനിക്ക് അറിയാം, ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഭാഗ്യം തുണയ്ക്കുന്നു, ചില ആൾക്കാർക്ക് പതുക്കെ ഭാഗ്യം തുണയ്ക്കുന്നു. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാഗ്യം ചിലപ്പോൾ പതുക്കെ ആയിരിക്കും തുണച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ജേർണി ഞാൻ പറയുന്നത് പോലെയാണ് പോയതെങ്കിൽ ഈ ഒരു റീഡിങ് ഉറപ്പായിട്ടും നിങ്ങളുടെ റീഡിംഗ് ആണ്. കാരണം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ ഈ ഇവിടെ എനർജി എന്താണോ വരുന്നത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. ചില ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ പറയും, പഴയതുപോലെയല്ല മാം, എനിക്ക് ചേഞ്ചസ് വന്നു തുടങ്ങി, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഇപ്പോൾ ഞാനിങ്ങനെ ക്ഷീണമായിട്ട് ഒരിടത്ത് കിടപ്പോ അങ്ങനെ ഒന്നുമില്ല, നല്ല മാറ്റമുണ്ട് എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുന്നു. കാരണം എന്താണ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ പോകുമ്പോഴാണ് നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നത്. ഇവിടെ ഈശ്വരൻ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും നടക്കുന്നത്, അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കുന്നത്. ഈശ്വരൻ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കും. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫിലെ സ്ഥിതി ഉറപ്പായിട്ടും മാറും, നല്ല രീതിയിൽ മാറും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 100% യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നേരിട്ട് അനുഭവിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നും, എൻ്റെ കൂടെ ആരോ നടക്കുന്നുണ്ട്, ആരോ എൻ്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ പോകുന്നു. നിങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ നിങ്ങളുടെ പിറകെ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈശ്വരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ വേറെ ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക? ഉറപ്പായിട്ടും ഓരോ കാൽവയ്പിലും ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിടാൻ പോലും അദ്ദേഹം സമ്മതിക്കത്തില്ല. നിങ്ങൾ ആരെയാണോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ചില സമയം നിങ്ങൾ ഈശ്വരനോട് ദേഷ്യപ്പെടും, കരയും, ഈശ്വരനോട് ചിലപ്പോൾ പിണങ്ങിയിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഊർജ്ജയിൽ കൂടെ കടന്നു പോകുന്നു, പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു മിറാക്കിൾ സംഭവിക്കും. ഇപ്പോഴേ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് ചെറുതായിട്ട്, എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ്, വരാൻ പോകുന്ന സമയം എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കും, അങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചില ആൾക്കാർ. ഇവിടെ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒന്നും നല്ലത് സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾ എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോൾ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഈശ്വരൻ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലത് മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക എപ്പോഴും. ഇവിടെ എന്തായാലും നിങ്ങളുടെ ജോബിൽ ഒരു നല്ല ഒരു പരിവർത്തനം ഉണ്ടാകും. നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളുടെ മേൽ ഒത്തിരി ഉണ്ട്. അത് കാരണം നിങ്ങൾ പെട്ടെന്ന് ഭ്രമിതരാകാൻ കാരണം എന്ന് വെച്ചാൽ, രണ്ട് വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വ്യക്തികൾ, നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു വ്യക്തികൾ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അവരെന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്, മോശമാണോ അതോ നല്ലതാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ അതാണ് ഭ്രമിതരാകുക എന്നുള്ളത്. കാരണം നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതാണ്. അവർ നിങ്ങളെക്കുറിച്ച് ആയിരിക്കത്തില്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ ഇപ്പോഴേ അങ്ങ് ചിന്തിച്ച് കൂട്ടും അവർ നിങ്ങളെക്കുറിച്ച് മോശം പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എന്തോ ഗോസിപ്പ് അവർ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇനി വീട്ടിലെ ഓരോ മൂലയിലും ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഒട്ടും തന്നെ മോശമല്ല. വസ്ത്രം മാത്രമല്ല, സാധനങ്ങൾ ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കാതെ കിടക്കുന്നത് മോശമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതും രാഹുവിൻ്റെ പ്രഭാവം കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. കാരണം അവർ നിങ്ങളെക്കുറിച്ച് ആയിരിക്കത്തില്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ അങ്ങനെ രാഹുവിൻ്റെ പ്രഭാവം കൊണ്ട് ചിന്തിച്ച് കൂട്ടുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കുക.
പിന്നെ നിങ്ങൾ ലൈഫിൽ എല്ലാം നല്ല രീതിയിൽ പോകും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് ലാസ്റ്റ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും തന്നത്. അതും ഈ രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം കാരണം ഉണ്ടാകുന്നതാണ്. അതായത് ചില സമയം പെട്ടെന്ന് ദേഷ്യം നമ്മൾ കൺട്രോൾ വിട്ട് വീട്ടിലുള്ളവരോട് പെരുമാറും. അതും രാഹുവിൻ്റെ പ്രഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളത് ചെയ്യത്തില്ല. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം അതങ്ങ് തീർക്കും ഓപ്പോസിറ്റുള്ള വ്യക്തിയോട്. തീരുമാനം എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനം എടുക്കത്തില്ല. പെട്ടെന്ന് തിടുക്കപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. ലാസ്റ്റ് അത് നമുക്ക് നഷ്ടം തരുന്നു. അപ്പോൾ ഇതെല്ലാം രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥിതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഗ്രഹനിലയിൽ രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. കാരണം രാഹുവിൻ്റെ പ്രഭാവം വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ളത് എങ്കിൽ നിങ്ങളെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആക്കും ഈ ഒരു രാഹു. കൂടാതെ എന്തെങ്കിലും ഒരു ഡീല് നിങ്ങൾ ഉറപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾ വിചാരിക്കും ആ ഒരു ഡീലെല്ലാം നല്ലതായിട്ട് സംഭവിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ആ ഡീലിൽ ലഭിക്കുന്നത്. നിങ്ങളുടെ പൈസ നഷ്ടം, നിങ്ങളുടെ കഠിനാധ്വാനം എല്ലാം നഷ്ടമാകുന്നു. ഇതെല്ലാം രാഹുവിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് രാഹുവിൻ്റെ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. കുടുംബത്തിൽ വഴക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ദേഷ്യം, കുടുംബത്തിൽ ഒരാളെ വെറുപ്പോടെ കാണുന്നു. അങ്ങനെയൊക്കെ രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ രാഹുവിൻ്റെ ആ ഒരു ദൃഷ്ടി എങ്ങനെയെന്ന് ഗ്രഹനിലയിൽ ചെക്ക് ചെയ്യുക. എന്തായാലും ഇനി ഈ ഒരു ഗ്രഹം തന്നെയാണ് നിങ്ങളെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയും ഞാൻ പറഞ്ഞ നെഗറ്റീവാണ്. ഇനി പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രഹം നല്ലതായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. അത്രയ്ക്ക് ഒരു നല്ലൊരു ഗ്രഹം വേറെ ഇല്ല. നിങ്ങളെ അതായത് ഒരു ആള് താഴേക്കിടയിൽ കിടക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്നൊരു ലോട്ടറി അടിച്ച് ഉയരത്തിലെത്തിക്കുന്ന ആ ഒരു ഇതില്ല. അത് രാഹുവിൻ്റെ ആ ഒരു പ്രഭാവമാണ്. രാഹു നല്ലതായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ലോട്ടറി വരെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും രാഹു ഭഗവാനെ പ്രീതിപ്പെടുത്തി വയ്ക്കാൻ ശ്രമിക്കുക. രാഹുവിൻ്റെ ആ ഒരു മന്ത്രങ്ങളുണ്ട്, ബീജമന്ത്രം, ഓം ബ്രം രാഹുവേ നമ. ആ മന്ത്രം വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഇത് ചൊല്ലുക. 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 108 പ്രാവശ്യമോ ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് വർക്കാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഓൺലൈൻ വർക്കോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തായിക്കൊള്ളട്ടെ, ഈ ഒരു രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം കാരണം നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു സമയം വരും, അതായത് ഈ ഒരു രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം നല്ലതാവുന്നത് കാരണം നിങ്ങൾക്ക് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാവും. രാഹുവിൻ്റെ മോശപ്രഭാവം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധം വയ്ക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ നിങ്ങളെ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നു. ഇതൊക്കെ ഈ രാഹുവിൻ്റെ പ്രഭാവം കാരണമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കും രാഹുവിൻ്റെ നല്ല ദൃഷ്ടി കാരണം. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ടുള്ള പ്രഭാവം കുറയ്ക്കാനാണ് ഞാൻ പറയുന്നത്. ബ്ലാക്കും ബ്ലൂ കളറും അവോയ്ഡ് ചെയ്യുക. ഈ 2 നിറവും നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഈ ഒരു നിറം ഇടുന്നതിലൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇനി ഒരു മാർഗം എന്ന് പറയുന്ന ആലം എന്ന് പറയും. നമ്മുടെ ഈ ഒരു കടകളുണ്ടല്ലോ, ഈ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന കട, അവിടെ ചോദിച്ചാൽ കിട്ടും ആലം. ഇവിടെ നമ്മുടെ നാട്ടിൽ ചീനക്കാരെന്നൊക്കെ പറയും. പണ്ട് കുട്ടികൾ കരയുമ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ തലക്കുഴിഞ്ഞ് കനലിൽ ഇതിട്ട് കത്തിക്കും, വെള്ള കളർ സാധനം ആലോ എന്ന് പറയും. അപ്പോൾ അത് ചെറിയൊരു കഷ്ണം വാങ്ങിച്ച് നിങ്ങൾ നമ്മുടെ സൗത്ത് വെസ്റ്റ് കോണിൽ അവിടെ ജസ്റ്റ് വയ്ക്കുക. എന്നിട്ട് 20 ദിവസം കൂടുമ്പോൾ ആ ഒരു ആലത്തിനെ ഫ്ലഷ് ചെയ്ത് കളയുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു രാഹുവിൻ്റെ പ്രഭാവം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കാതെ ഇടാൻ പാടില്ല. വസ്ത്രങ്ങൾ നല്ല വൃത്തി അടുക്കി പറക്കി വയ്ക്കണം. പിന്നെ ടോയ്ലറ്റ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം നിങ്ങൾ. ഇവിടെ ഈ ഒരു ഗ്രഹം നിങ്ങളിൽ പ്രീതി ഉള്ളതായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്ന ഈ ഒരു ഉപായങ്ങൾ ചെയ്യാനായിട്ട്. മുന്നേ നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നത്തെ ലൈഫ് എങ്ങനത്തെ അവസ്ഥയായിരുന്നു നിങ്ങളുടേത് എന്ന്, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ അപ്പോൾ ചിന്തിക്കും. അപ്പോൾ രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം നിങ്ങളിൽ നല്ലതായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു വേരുകൾ നല്ല സ്ട്രോങ് ആവും. സ്ട്രോങ് ആവുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് നല്ലതുപോലെ ലഭിക്കും.
ഇവിടെ നിങ്ങളുടെ ലൈഫ് അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയും, ഈ ഒരു പ്രൊഡക്ഷൻ നേരത്തെ ഞാൻ അറിഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ മാറിയല്ലോ, ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു എൻ്റെ ലൈഫ് ഇങ്ങനെ മാറിയതിന്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ അപ്പോൾ പറയും, നിങ്ങളുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ആവുമ്പോൾ. ഇവിടെ ഫ്യൂച്ചറിൽ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോട് കൂടി എന്തോ വലിയൊരു വിക്ടറി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് നല്ല കർമ്മമാണോ കൊടുത്തത് ദൈവത്തിന്, അതിൻ്റെ അനുസരിച്ചുള്ള ബലമാണ് നിങ്ങൾക്ക് പ്രാപ്തമായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നല്ല കർമ്മം കൊടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു വിക്ടറി ഇപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വരണമെന്നാണെങ്കിൽ അതും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എത്ര തന്നെ ഷഡ്യന്ത്രങ്ങൾ ഇവർ നിങ്ങൾക്കെതിരെ ജയിച്ചാലും ഉറപ്പായിട്ടും ഒരു ദിവസം ഇവർ എല്ലാവരുടെയും മുന്നിൽ വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ അവരോട് ദേഷ്യത്തിൽ പറയാനോ ഒന്നും പോകണ്ട. സമയമാകുമ്പോൾ ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം തരുന്നതാണ്. അതുവരെ നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയും. ഇവിടെ വരാൻ പോകുന്ന സമയം എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട്, ആ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുമ്പോൾ നിങ്ങൾ നൃത്തം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി ദൈവം ആദ്യമേ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഒന്ന് റെഡിയാക്കും. അതായത് പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നും നിങ്ങൾക്ക്, ഇല്ല എങ്കിൽ പാട്ട് കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും, പാട്ട് ഇങ്ങനെ മൂളുക. മുമ്പ് നിങ്ങൾ അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ആളല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലൈഫിൽ ഹാപ്പി ആവാൻ പോവുകയാണ് ഞാൻ, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എന്നെ മാറ്റുന്നത് എന്ന് നിങ്ങൾക്ക് ഫീൽ ആകും. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും സന്തോഷിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും. മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെന്ന് തോന്നിയാലും മടിക്കും ഉണ്ടാക്കാൻ. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ തോന്നും, ഡാൻസ് ചെയ്യാൻ തോന്നും. എന്തോ വലിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത്. പക്ഷേ മഹാകാളിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് നല്ല രീതിയിൽ പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിച്ചത്. ഇവിടെ കഴിഞ്ഞുപോയ സമയങ്ങളിൽ നിങ്ങൾക്ക് ഭദ്രകാളി ദേവിയോട് ഭയങ്കരമായിട്ടൊരു അടുപ്പം, ഒരു ഭക്തി തോന്നി. ദുർഗാദേവിയോട് ഭയങ്കരമായിട്ടുള്ള ഭക്തി തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഈ ഒരു അമ്മ എന്നെ സംരക്ഷിച്ചോളും എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ആ അമ്മയോട് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം കാണിച്ച് അമ്മയോട് കൂടുതലായിട്ട് ഭക്തി വയ്ക്കുന്നത്. അതേ അമ്മ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അമ്മയുടെ ആ ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് മറ്റു പല ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലും രക്ഷപ്പെടാൻ സാധിച്ചത്. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലായി നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് ഇവർക്ക് എന്തോ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവരുടെ ദേഹത്ത് അത് ഏക്കാത്തതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കൂടെ എന്ത് അന്യായമാണോ സംഭവിച്ചത് അതൊരു പരിവർത്തനത്തിന് നേരെയാണ് നിങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ വിചാരിക്കുന്ന ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ആ ഒരു കാര്യം ഉറപ്പായിട്ടും പോസിബിൾ ആകുന്നതാണ്. ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുക, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.